വാർത്തയിലേക്ക്. ലോക്ഡൌണിൽ ഇളവ് നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും. വൈകിട്ട് 3 മണിക്കാണ് യോഗം. ഗ്രീൻ സോണിലും ഓറഞ്ച് സോണിലും കൂടുതൽ ഇളവ് നൽകുന്ന കാര്യമാണ് കേന്ദ്രം ആലോചിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മലയാളികളുടെ തിരിച്ചുവരവ് സംബന്ധിച്ച ആശങ്കകളാകും പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ സംസ്ഥാനം അറിയിക്കുക. ലോക്ഡൌൺ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കും. ER രാഗേഷും VV അരുണും ചേരുകയാണ് വിശദാംശങ്ങളുമായി. ആദ്യം ER രാഗേഷിലേക്ക്. രാഗേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്നത്. നിലവിൽ രാജ്യത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ലോക്ഡൌൺ നീട്ടാൻ തന്നെയാണോ സാധ്യത, അതോ കൂടുതൽ ഇടങ്ങളിൽ ഇളവ് അനുവദിക്കാനായിരിക്കുമോ? ദിവ്യ, ലോക്ഡൌൺ അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്. വൈകിട്ട് 3 മണിക്കാണ് യോഗം. പ്രധാനമായും ലോക്ഡൌണിൽ കൂടുതൽ ഇളവ് നൽകുക, അത് തന്നെയായിരിക്കും കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. കാരണം കഴിഞ്ഞ മാർച്ച് 24 ശേഷമുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലോക്ഡൌണിൽ ഘട്ടം ഘട്ടമായി ഇളവ് നൽകുന്ന ഒരു നടപടിയായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇന്നലെ റെയിൽവേ സർവീസ് തുടങ്ങാൻ പോലും കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി ഇളവ് നൽകിക്കൊണ്ട് ലോക്ഡൌണിൽ ഇളവ് കൊണ്ടുവരിക എന്ന കാര്യം തന്നെയാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി ആരായും. നിലവിൽ ഗ്രീൻ സോണിലും ഓറഞ്ച് സോണിലും കൂടുതൽ ഇളവുകൾ നൽകി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം കർക്കശമാക്കുക, അതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. പക്ഷേ ചില സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ നിലവിലെ ഓറഞ്ച്, ഗ്രീൻ, റെഡ് സോൺ എന്ന ആ തരംതിരിക്കുന്ന രീതിയിൽ മാറ്റം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ സ്വന്തം നാടുകളിലേക്ക് ആളുകൾ എത്തുന്നു, ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് ആളുകൾ എത്തുന്നു, ഈ ഒരു അതിഥി തൊഴിലാളികൾ എത്തുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ക്വാറന്റൈൻ സെന്ററുകളുള്ള മേഖലകളെ ഇത്തരത്തിൽ റെഡ് സോൺ ആക്കണം, മറിച്ചൊരു ജില്ലയെ മൊത്തം ഇത്തരത്തിൽ സോണുകളാക്കുന്നത് ഈ ഇളവുകൾ നൽകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായം ചില സംസ്ഥാനങ്ങൾക്കെങ്കിലും ഉണ്ട്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരും. കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം തന്നെ ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് മാത്രമാണ് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും അഭിപ്രായം ഇന്ന് പ്രധാനമന്ത്രി തേടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, VV അരുൺ ചേരുന്നു. അരുൺ, ലോക്ഡൌൺ നീട്ടുന്ന കാര്യത്തിൽ, ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ, അയൽ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും അടക്കം കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ, ഇത്തരം വിഷയങ്ങളിലടക്കം കേരളം യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും കേന്ദ്രത്തെ അറിയിക്കുക? ഇളവുകളുടെ കാര്യത്തിൽ കേരളത്തിനും ഇളവുകൾ വേണമെന്ന അഭിപ്രായം തന്നെയാകും ഉണ്ടാവുക. പക്ഷേ പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള ഇളവുകളാകും സംസ്ഥാനം തേടുക. സമ്പൂർണ്ണമായും ലോക്ഡൌൺ ഒഴിവാക്കണമെന്ന അഭിപ്രായം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചില മേഖലകളിൽ, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിലൊക്കെ വലിയ തോതിൽ ഇളവുകൾ വേണമെന്ന് സംസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ചാണ് കഴിഞ്ഞ ലോക്ഡൌണിലൊക്കെ ഇത്തരത്തിൽ ഇളവുകൾ കേരളം ആവശ്യപ്പെട്ടത്. അതുതന്നെ ഇന്നും തുടരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാസികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കാര്യത്തിലുമാണ്. അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടും. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി വിദ്യാർത്ഥികളടക്കം ഉണ്ട്. അവരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസ് വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻ സർവീസുകൾ ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്തിന് ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് പാസ് മുഖേന മാത്രമേ സംസ്ഥാനത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഇക്കാര്യത്തിൽ സംസ്ഥാന നിലപാട് കേന്ദ്രത്തെ വീണ്ടും അറിയിക്കും. കേന്ദ്രത്തിൽ നിന്ന് ഇതിനെതിരെ എതിർ നിലപാടുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനമുള്ളത്. ഏറ്റവും പ്രധാനം പ്രവാസികളുടെയും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയും മടങ്ങിവരവാണ് സംസ്ഥാനത്തിന്റെ ആശങ്ക. സംസ്ഥാനം കോവിഡ് നിയന്ത്രണത്തിൽ വളരെ മുന്നിലെത്തി കഴിഞ്ഞു. സംസ്ഥാനത്തെ കോവിഡ് ബാധ നിയന്ത്രണ വിധേയമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കാര്യത്തിലുള്ള ആശങ്കയാകും പ്രധാനമായും കേന്ദ്രത്തെ ഇന്ന് കേരളം അറിയിക്കുക. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്ത് നാളെ മുതൽ ഘട്ടം ഘട്ടമായി ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു. ഡൽഹിയിൽ നിന്ന് വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിലേക്കാണ് ആദ്യ സർവീസുകൾ. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ IRCTC വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ നാളെ പുറപ്പെടും. മാർച്ച് 22-നാണ് രാജ്യത്ത് ട്രെയിൻ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചത്. 50 ദിവസത്തിനു ശേഷമാണ് സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാനുള്ള തീരുമാനം. നാളെ മുതൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു തുടങ്ങി 15 നഗരങ്ങളിലേക്കാണ് സർവീസ്. ടിക്കറ്റ് വിൽപ്പന IRCTC വെബ്സൈറ്റ് വഴി മാത്രം.
സ്റ്റേഷൻ കൗണ്ടറുകൾ വഴി ടിക്കറ്റ് ലഭിക്കില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റും ലഭിക്കില്ല. ടിക്കറ്റുള്ളവരെ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കൂ. യാത്രക്കാരെ തെർമൽ സ്ക്രീനിങ്ങിന് വിധേയരാക്കും. രോഗലക്ഷണമില്ലാത്തവർക്കാണ് യാത്രയ്ക്ക് അനുമതി. യാത്രാവേളയിൽ മാസ്ക് നിർബന്ധമാണ്. ആദ്യഘട്ടത്തിലെ സർവീസുകളിൽ AC കോച്ചുകൾ മാത്രം. ചുരുങ്ങിയ സ്റ്റോപ്പുകൾ മാത്രമാണ് ഉണ്ടാവുക. സർവീസ് നിർത്തിവച്ചതിനു ശേഷം ചരക്കു തീവണ്ടികളും അതിഥി തൊഴിലാളികൾക്കുള്ള പ്രത്യേക ട്രെയിനുകളും മാത്രമാണ് സർവീസ് നടത്തിയത്. ന്യൂസ് 18 ഡൽഹി. KSRTC സെക്രട്ടേറിയറ്റ് സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. രാവിലെയും വൈകിട്ടും ജീവനക്കാർക്ക് വേണ്ടി മാത്രമാകും സർവീസ്. തിരുവനന്തപുരം ജില്ലയിലെ 11 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ്. പാറശാല, വിഴിഞ്ഞം, നെയ്യാറ്റിൻകര, കാട്ടാക്കട, ആര്യനാട്, നെടുമങ്ങാട്, വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്ന് സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ID കാർഡ് കണ്ടക്ടറെ കാണിക്കണം. രാവിലെ സെക്രട്ടേറിയറ്റിലെത്തുകയും വൈകിട്ട് 5:20 ബസ് തിരികെ പോവുകയും ചെയ്യും. ടിക്കറ്റ് നിരക്ക് കൂടുതലായിരിക്കും. സാമൂഹ്യ അകലം പാലിച്ച് മാത്രമാകും യാത്രക്കാരെ ഇരിക്കാൻ അനുവദിക്കുക. ജീവനക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. നേരത്തെ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് വേണ്ടിയും പ്രത്യേക സർവീസ് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ അതിർത്തി വാളയാറിൽ ഇന്നു മുതൽ പാസില്ലാത്തവരെ കടത്തിവിടില്ല. കേരളത്തിന്റെ പാസില്ലാത്ത ആളുകളെ തമിഴ്നാട് പോലീസും തടയും. വാളയാർ അതിർത്തിയിൽ പാസില്ലാത്തവർ ഇന്നും എത്തുന്നുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇന്നലെ ഹൈക്കോടതി ഇടപെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ കേരളത്തിലേക്ക് പ്രത്യേക അനുമതി പ്രകാരം കടത്തിവിടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് അങ്ങനെയുണ്ടാകില്ല. പാസില്ലാത്തവർ എത്തേണ്ടതില്ല എന്ന് തന്നെയാണോ സർക്കാർ അറിയിക്കുന്നത്? ദിവ്യ, പാസില്ലാത്ത ഒരാളെയും കടത്തിവിടേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ. അത്തരം കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ പാസില്ലാതെ വന്ന ആളുകളുണ്ടായിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി ഇവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം കടത്തിവിട്ടിട്ടുണ്ട്. ഇന്നു മുതൽ ഇക്കാര്യത്തിൽ പാസില്ലാതെ കടത്തിവിടേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. പക്ഷേ എന്നാൽ ഇന്ന് രാവിലെയും പാസില്ലാതെ വരുന്ന ആളുകൾ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസത്തെ അത്രയും തിരക്കില്ല എങ്കിൽ പോലും കുറെ ആളുകളെങ്കിലും പാസില്ലാതെ ഇവിടെ എത്തുന്നുണ്ട്. ചില ആളുകൾക്ക് പാസ് അംഗീകാരം, യാത്രാനുമതി ആയിട്ടില്ല. ഇന്ന് വരേണ്ട ആളുകളുണ്ട്. അതുപോലെ പക്ഷേ 13-ാം തീയതി ഉൾപ്പെടെയുള്ള മറ്റ് തീയതികളിൽ വരുന്ന ആളുകൾ ഉൾപ്പെടെ ഇന്ന് വന്നത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പോലീസ് വളരെ കർക്കശമായി പറയുന്നുണ്ട് ഒരു കാരണവശാലും പാസില്ലാത്ത ആളുകളെ കടത്തിവിടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായ അനുഭവം നേരിട്ട് ക്വാറന്റൈനിലേക്ക് പോകാതെ തന്നെ നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു കർക്കശ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് തമിഴ്നാട് പോലീസും ഇക്കാര്യത്തിൽ കേരള പാസ് ഇല്ല എങ്കിൽ അവരെ കടത്തി വിടില്ല, അവരെ തടയും എന്ന് ആയിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അതോടൊപ്പം ഈ ചില വാഹനങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുന്നത്, അതായത് പാസ്സുള്ള ആളുകളും പാസ്സില്ലാത്ത ആളുകളും ഇടകലർന്ന് വരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്ന. ഒരു വാഹനത്തിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 7 പേർക്ക് പാസ് ഉണ്ടാകും, ബാക്കി 3 പേർക്ക് പാസ് ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും വാളയാറിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ 10ഓളം പേർ ഇങ്ങനെ പാസ്സില്ലാതെ വന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുകയാണ്. ചില ആളുകൾ പാസിന് വേണ്ടി ഇവിടെ അതിർത്തിയിൽ തന്നെ കാത്തു നിൽക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഉച്ചയോടുകൂടി അതിന് യാത്രാനുമതി കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ അതിർത്തിയിൽ നിൽക്കുന്നുണ്ട്. ശരി, പ്രസാദോട് ശരിയാണ് വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ക്വാറന്റൈൻ ലംഘിക്കാതിരിക്കാൻ നടപടികളുമായി ആരോഗ്യവകുപ്പ്. 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി സർക്കാർ ഉത്തരവിറക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന എല്ലാവർക്കും ഹോം ക്വാറന്റൈൻ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് ക്വാറന്റൈൻ ലംഘനം തടയാനുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. അതിർത്തി കടന്നെത്തുന്ന എല്ലാവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. രോഗലക്ഷണമുള്ളവരെ തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി കോവിഡ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കും. പരിശോധനാഫലം നെഗറ്റീവ് ആകുന്നവരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവരും 14 ദിവസം നിർബന്ധമായും ഹോം ക്വാറന്റീനിൽ കഴിയണം. വീട്ടിൽ ബാത്ത് അറ്റാച്ച്ഡ് മുറികളില്ലാത്തവരെ ക്വാറന്റീൻ കേന്ദ്രം അനുവദിക്കും. സൗകര്യങ്ങൾ വിവിധ വകുപ്പുദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. ക്വാറന്റീനിൽ കഴിയുന്നവർ വീട്ടിൽ മറ്റുള്ളവരുമായി സമ്പർക്കം പാടില്ല. ചട്ടങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് വ്യക്തിയുടെ സമ്മതപത്രം ആവശ്യമാണ്. ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ ക്വാറന്റീൻ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും പുതുക്കിയ ഉത്തരവിൽ പറയുന്നു. പരിമിത സൗകര്യങ്ങളുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കൂടുതൽ പേർ എത്തുന്നത് രോഗവ്യാപനത്തിന് വഴിവെച്ചേക്കുമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരെ വീട്ടിലെ ക്വാറന്റീനിൽ വിടാനുള്ള തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.
പ്രവാസികളുമായി 2 വിമാനം കൂടി ഇന്ന് സംസ്ഥാനത്തെത്തും. ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് രാത്രി 8:10 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുക. ബഹ്റൈനിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം രാത്രി 11:20 കരിപ്പൂരെത്തും. 10 ജില്ലകളിൽ നിന്നുള്ള 183 യാത്രക്കാരും ഒരു ഗോവ സ്വദേശിയുമടക്കം 184 പേരാണ് തിരിച്ചെത്തുന്നത്. ഇന്നലെ രാത്രി എത്തിയ ക്വാലാലംപൂരിൽ നിന്നുള്ള വിമാനത്തിൽ 179 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള നാവികസേന യുദ്ധക്കപ്പലായ മഗർ ഇന്നലെ രാത്രി മാലദ്വീപിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഗർഭിണികളും കുട്ടികളുമടക്കം 179 പ്രവാസികളാണ് കപ്പലിലുള്ളത്. ഇന്നലെ മാലദ്വീപിൽ നിന്നെത്തിയ INS ജലാശ്വയിലെ 5 യാത്രക്കാർ കോവിഡ് ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. നിലമ്പൂർ മരുത സ്വദേശി സുദേവനാണ് ദമാമിൽ മരിച്ചത്. ഇതോടെ കോവിഡ് ബാധിച്ചു ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 60ആയി. അബുദാബിയിൽ ശരീരം തളർന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ആലപ്പുഴ എടത്വ സ്വദേശിക്ക് സഹായം ഒരുങ്ങുന്നു. മനോജ് മോഹനെ നാട്ടിലെത്തിക്കുമെന്ന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന യൂണിയൻ പൈപ്പ് ഇൻഡസ്ട്രി കമ്പനി അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അബുദാബിയിലെ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. മനോജ് മോഹനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിൽ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി S. ജയശങ്കറിനും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ V. മുരളീധരനും ഇന്നലെ തന്നെ ഇമെയിൽ അയക്കുകയുണ്ടായി. ഒപ്പം അബുദാബിയിലെ ഇന്ത്യൻ അംബാസഡർക്കും കത്തയക്കുകയുണ്ടായി. ഇന്നലെ രാവിലെ കത്തയച്ച് ഉച്ചയ്ക്ക് തന്നെ അംബാസഡറുടെ മറുപടി വന്നു. മനോജ് മോഹനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എംബസി കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് എന്നറിയിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ശരീരം തളർന്ന മനോജിന്റെ സങ്കടകരമായ അവസ്ഥ ന്യൂസ് 18 ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇതിനുശേഷം എങ്ങനെയാണ് ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയിലേക്ക്, ആ ഒരു സഹായം എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്? വാർത്ത പുറത്തു വന്നതിന് ശേഷം വിവിധ ഇടങ്ങളിൽ നിന്നും മനോജിന്റെ കുടുംബത്തിന് സഹായ വാഗ്ദാനങ്ങൾ പുറത്തു വരികയായിരുന്നു. തുടർന്നാണ് കൊടിക്കുന്നിൽ എംപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ മന്ത്രി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും എംബസി മുഖാന്തരം മനോജ് ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയുമായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 27-നാണ് തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയതിനെ തുടർന്ന് ആദ്യം ഒരു ശസ്ത്രക്രിയയ്ക്ക് മനോജ് മോഹൻ വിധേയനാകുന്നത്. അതിനുശേഷം അത് അണുബാധയെ തുടർന്ന് ഇത് സുഷുമ്ന നാഡിയെ ബാധിക്കുകയും ശരീരം തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തുടർന്ന് അബുദാബി മഫ്രഖ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരു മറുപടിയാണ് യൂണിയൻ പൈപ്പ് ഇൻഡസ്ട്രീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആദ്യം അബുദാബിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന മനോജ് മോഹനൊപ്പം ഒരു ബന്ധു മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ കോവിഡ് ബാധിതനായോടുകൂടി മനോജ് അവിടെ ഒറ്റപ്പെടുകയായിരുന്നു. തുടർന്നാണ് ന്യൂസ് 18-ലൂടെ മനോജിന്റെ ദുരവസ്ഥ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിച്ചത്. തുടർന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മോചനത്തിന് വഴി തുറന്നിരിക്കുന്നുവെന്ന് നാട്ടിലേക്ക് എത്താനുള്ള കാര്യങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണോ കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ എംബസിയെ? അതെ, ഇപ്പോൾ ആദ്യഘട്ട ചർച്ചയിൽ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് എത്തിക്കണം, അടിയന്തരമായി നാട്ടിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ഭാര്യ സിന്ധു അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് ഇവർ എല്ലാ ആളുകൾക്കും ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിൽ വിമാനത്തിൽ തന്നെ പ്രത്യേക സംവിധാനം ഒരുക്കി നാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. കാരണം എയർലിഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വലിയ ചിലവ് ആവശ്യമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ള ആളുകളുമായി കൊടിക്കുന്നിൽ സുരേഷ് MP ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്. മാലദ്വീപിൽ നിന്നും കപ്പലിലെത്തിയ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. നഴ്സായി ജോലി ചെയ്തിരുന്ന സോഫിയ ഷിജോ ദമ്പതികൾക്കാണ് ആൺകുഞ്ഞ് പിറന്നത്. ഇരട്ടി മധുരമാണ് സോഫിയയ്ക്കും ഷിജോയ്ക്കും. ജീവിതത്തിലെ വലിയ സ്വപ്നത്തെയും വയറ്റിൽ പേറിയാണവർ കടൽ കടന്നു വന്നത്. കാത്തിരിപ്പുകൾക്കൊടുവിൽ ജന്മനാടിന്റെ മടിത്തട്ടിൽ മാതൃദിനമായ ഇന്നലെ ദമ്പതികൾക്കൊരു ആൺകുഞ്ഞ് പിറന്നു. 6 പ്രാവശ്യവും അലസിയ ഗർഭം പിന്നീടൊരിക്കൽ കുഞ്ഞായി പിറന്നത് ഈ അമ്മയ്ക്ക് ജന്മസാഫല്യമാണ്. മാലിദ്വീപിൽ നേഴ്സാണ് തിരുവല്ല സ്വദേശി സോഫിയ.
ഭർത്താവ് ഷിജോ എറണാകുളത്തെ നേഴ്സാണ്. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ഉടനെ സോഫിയയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ജീവിതം മുഴുവൻ അത്രമേൽ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന കാത്തിരിപ്പിന് 2 നാൾ കടൽ താണ്ടി വന്നൊരു ശുഭപര്യവസാനം. പിന്നീടൊരിക്കൽ സോഫിയ അവന് പറഞ്ഞു കൊടുക്കും. ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന മഹാമാരിയുടെ കാലത്ത് അവനെയും വയറ്റിലിട്ട് 2 നാൾ കടൽ താണ്ടി പ്രതിസന്ധികൾ അതിജീവിച്ചു വന്നൊരു അമ്മയുടെ കഥ. വിനീത ബി.ജി, ന്യൂസ് 18 കൊച്ചി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,83,000 കടന്നു. 41,79,000-ലേറെയാണ് രോഗബാധിതർ. മരണനിരക്ക് കുറഞ്ഞു തുടങ്ങിയതോടെ ബ്രിട്ടനിൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. 5 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന രീതിയിലാണ് ഇളവുകൾ. ബുധനാഴ്ച മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരുമെങ്കിലും ജനം ജാഗ്രത തുടരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജർമ്മനിയിൽ ഇളവുകൾ നിലവിൽ വന്ന ശേഷം രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ രോഗബാധിതർ 2 ലക്ഷം കടന്നു. അമേരിക്കയിൽ കെയർ ഹോമുകളിൽ മരണം കൂടിയതോടെ ഇവിടങ്ങളിലെ ജീവനക്കാർ ആഴ്ചയിൽ 2 തവണ നിർബന്ധമായും കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വൈറ്റ് ഹൌസിൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതോടെ വൈറസ് ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ സ്വയം നിരീക്ഷണത്തിൽ പോയി. കോവിഡ് കാലത്ത് മാസ്കുകൾ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ന്യൂയോർക്കിലെ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ മുഖംമൂടിക്ക് പിന്നിലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ശ്രദ്ധേയമാകുന്നു. ലോറ ഫ്യൂച്ചേഴ്സ് എന്ന ഫോട്ടോഗ്രാഫറാണ് മഹാമാരി കാലത്തെ ജനങ്ങളുടെ പുതിയ മുഖം ക്യാമറയിൽ പകർത്തിയത്. കോവിഡ് കാലത്ത് മുഖാവരണം ധരിച്ചു മാത്രം ജനങ്ങളെ പുറത്തു കാണാൻ തുടങ്ങിയതോടെയാണ് മുഖംമൂടിക്ക് പിന്നിലെ ചിരി ക്യാമറയിൽ പകർത്തണമെന്ന ആഗ്രഹം ഫോട്ടോഗ്രാഫർ കൂടിയായ ലോറയ്ക്കുണ്ടായത്. വൈറസ് വ്യാപനം വലിയ തോതിലുള്ള ന്യൂയോർക്കിൽ നിന്നാണ് ഈ ചിത്രങ്ങളൊക്കെയും. മഹാമാരിക്കാലത്ത് ആത്മവിശ്വാസം പകരുക എന്നായിരുന്നു ലക്ഷ്യമെന്ന് ഫോട്ടോഗ്രാഫർ. Really heartwarming to be able to let people know, I can still see your smile. It's all in your eyes or your cheekbones. I think that so much of the smile is captured in someone's eyes, and that's where you really connect. ചിരിക്കാൻ സാധിക്കാത്തവരായിരുന്നു വഴിയിൽ കണ്ടുമുട്ടിയ പലരുമെന്നും ലോറ പറയുന്നു. കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരായിരിക്കാം അവർ. ഏറെ മുൻകരുതലോടെയായിരുന്നു കോവിഡ് കാലത്തെ ഫോട്ടോ ചിത്രീകരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ നെഞ്ചുവേദനയെ തുടർന്ന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു. രാത്രി 8:45 അദ്ദേഹത്തെ കാർഡിയോതൊറാസിക് വാർഡിൽ പ്രവേശിപ്പിച്ചത്. നിരീക്ഷണത്തിലാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മൻമോഹൻ സിംഗിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. എയിംസ് കാർഡിയോളജി വിഭാഗം പ്രൊഫസർ നിതീഷ് നായിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. വയനാട്ടിൽ 3 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ വൈറസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7 3 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ വയനാട് ജില്ലയിൽ വൈറസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7. മാനന്തവാടി സ്വദേശിക്കും ബത്തേരി ചീരാൽ സ്വദേശിക്കും മീനങ്ങാടി സ്വദേശിക്കുമാണ് പുതുതായി രോഗം. ചീരാൽ സ്വദേശിയായ യുവാവ് ചെന്നൈയിൽ ജോലി ചെയ്യുന്ന കോയമ്പേട്ട് മാർക്കറ്റിൽ നിന്നുമാണ് വയനാട്ടിലെത്തിയത്. മാനന്തവാടിയിലെ യുവാവിന് സമ്പർക്കം വഴിയാണ് രോഗം. ലോറി ഡ്രൈവറുടെ പ്രൈമറി കോണ്ടാക്റ്റിൽ ഉള്ളയാളുമായി സമ്പർക്കം വഴിയാണ് മീനങ്ങാടി സ്വദേശിനിക്ക് രോഗബാധ. മൂവരും മാനന്തവാടി കോവിഡ് കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേര് സമ്പർക്കത്തിലൂടെ പോസിറ്റീവായവരാണ്. ഒരാള് കോയമ്പേട് ഏരിയയിൽ ജോലിയുള്ള ഒരാൾ 7-ാം തീയതി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി വയനാട്ടിലേക്ക് വന്നത് തൊട്ട് അയാൾ ക്വാറന്റൈനിൽ നമ്മുടെ ക്വാറന്റൈൻ സെന്ററിലായിരുന്നു, കോവിഡ് സെന്ററിലായിരുന്നു. അയാളാണ് ഒരാൾ പോസിറ്റീവായത്. 2 പേര് സമ്പർക്കത്തിലൂടെ പോസിറ്റീവായത്. കൂടുതൽ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിക്കൊണ്ട് കൂടുതൽ നിരീക്ഷണവും പരിശോധനകളും ശക്തമായി തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പാസില്ലാത്ത ആളുകളെ ഒരു കാരണവശാലും അതിർത്തി കടക്കാൻ അനുവദിക്കുകയില്ലെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 വയനാട്. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശൂരിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ നിന്ന് വിമാനത്തിലെത്തിയ യുവദമ്പതികൾക്കാണ് രോഗബാധ. ജില്ല ഗ്രീൻ സോണിലേക്ക് മാറിയ ശേഷമാണ് വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്.
ഏപ്രിൽ 8-ന് 32 ദിവസം മുമ്പാണ് തൃശൂരിൽ അവസാന പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിൽ നിന്നെത്തി കോവിഡ് ബാധ സ്ഥിരീകരിച്ച വ്യാപാരിയുടെ മകൾക്കായിരുന്നു രോഗം. രാജ്യത്ത് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിനി ഉൾപ്പെടെ ജില്ലയിൽ 14 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവർ എല്ലാവരും രോഗം ഭേദമായി ആശുപത്രി വിട്ടിരുന്നു. ചാവക്കാട് താലൂക്കിൽപ്പെട്ട 26ഉം 22ഉം വയസ്സുള്ള യുവദമ്പതികൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 7-ാം തീയതി അബുദാബി കൊച്ചി വിമാനത്തിൽ എത്തിയ ഇവർ ഗുരുവായൂർ കോവിഡ് കെയർ സെന്ററിലായിരുന്നു. പനിയെ തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അബുദാബിയിൽ വെച്ച് കോവിഡ് ബാധിതനുമായി ദമ്പതികൾ സമ്പർക്കത്തിൽപ്പെട്ടിരുന്നതാണ് രോഗം പകരാൻ കാരണം. ജില്ലയിൽ വിവിധ കോവിഡ് കെയർ സെന്ററുകളിൽ വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയ 491 പേർ നിരീക്ഷണത്തിലാണ്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം കോട്ടയ്ക്കലിൽ പച്ച നിറത്തിലുള്ള കോഴിമുട്ടയുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഒതുക്കുങ്ങൽ അമ്പലവൻ കളപ്പുരയ്ക്കൽ ശിഹാബുദ്ദീൻ വളർത്തുന്ന കോഴികളിടുന്ന മുട്ടയുടെ ഉണ്ണിക്ക് പച്ച നിറമാണ്. കാണാൻ അല്പം വലിപ്പക്കുറവുണ്ട്. അതൊഴിച്ചാൽ സാധാരണ കോഴികളെ പോലെ തന്നെ. പക്ഷേ കോഴിയിട്ട മുട്ട പൊട്ടിച്ചാൽ ഇങ്ങനെയായിരിക്കും, പച്ച നിറത്തിൽ. എന്തെങ്കിലും കുഴപ്പമാകുമെന്ന് കരുതി ശിഹാബുദ്ദീൻ ആദ്യം ഈ മുട്ടകൾ ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് അവ വിരിയിച്ചു നോക്കി. സാധാരണ പോലെ കോഴിക്കുഞ്ഞുങ്ങൾ. അതിനുശേഷമാണ് മുട്ടകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. എന്തായാലും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കളർ മാറ്റം കണ്ട മുട്ട കണ്ടപ്പോൾ ഇവിടെ വീട്ടിലവരെ കഴിക്കാതെ മാറ്റിക്ക്. അപ്പോൾ ആ ഒരു സംഭവം പരിശോധിച്ചപ്പോൾ അത് കഴിക്കാതിരിക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ കേടാണോ എന്നൊരു സംശയിച്ചിട്ട് അവർ മാറ്റി വെച്ചത്. അപ്പോൾ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ പ്രത്യേകിച്ച് കേടൊന്നും ഇല്ലാന്നും അത് വിരിയിക്കാൻ വെച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് നമുക്ക് വിരിഞ്ഞത് 7 മുട്ടിടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ബാച്ച് മുട്ടയിടാനാകുന്നു. പിന്നെ മൂന്നാമത്തേത് ചെറിയ കുട്ടികളാണ്. വിവിധ ഇനത്തിൽപ്പെട്ട കോഴികളെ ഒരുമിച്ചാണ് ശിഹാബുദ്ദീൻ കൂട്ടിലിട്ടിരിക്കുന്നത്. ക്രോസ് ബ്രീഡിംഗ് കാരണമുള്ള ജനിതകമാറ്റമായിരിക്കാം ഒരുപക്ഷെ മുട്ടയുടെ നിറവ്യത്യാസം. കളർ ചേഞ്ച് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നതും. പല ശാസ്ത്രജ്ഞന്മാരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായ ഒരു അഭിപ്രായം തന്നിട്ടില്ല. വിശദമായൊരു പഠനത്തിന് വിധേയമാക്കിയിട്ട് നമ്മളൊരു നിഗമനത്തിലെത്താൻ പറ്റുകയുള്ളൂ. സംഗതി കേട്ടറിഞ്ഞ് നാട്ടുകാർ മുട്ടകൾ വാങ്ങാൻ കാത്തു നിൽക്കുകയാണ്. പ്രത്യേക ഇനം കോഴികളെ മാത്രം കൂടുതൽ വിരിയിപ്പിച്ച് മുട്ട വിതരണത്തിന് തയ്യാറെടുക്കുകയാണ് ശിഹാബുദ്ദീനും. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് വനം വകുപ്പ് ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുന്ന പെരുമ്പാമ്പിന്റെ മുട്ടകൾ വിരിഞ്ഞു. കനോലി കനാലിന് സമീപത്തെ വീട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെയും മുട്ടകളെയും കണ്ടെടുത്തത്. പെരുമ്പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടു. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മുട്ടത്തോട് തകർത്ത് അവർ 35 പേർ പുറത്തു വന്നിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. കനോലി കനാലിലൂടെ ഒഴുകിയെത്തിയ പെരുമ്പാമ്പിന്റെ മുട്ടകളാവാനാണ് സാധ്യത. കനാലിന് സമീപം കാരപ്പറമ്പിലെ ഒരു വീട്ടിൽ നിന്നാണ് മുട്ടകൾ ലഭിച്ചത്. പെരുമ്പാമ്പിനെയും മുട്ടകളെയും ഒരുമിച്ചായിരുന്നു കണ്ടെത്തിയത്. പാമ്പിനെ താമരശ്ശേരി വനത്തിൽ വിട്ടു. സൂര്യപ്രകാശം കൊള്ളാത്ത സ്ഥലത്താണ് അടവച്ചത്. ചില മുട്ടകൾ നശിച്ചു പോയിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പെരുമ്പാമ്പിന്റെ മുട്ടയാണ്. ഏകദേശം 37-38 കുഞ്ഞുങ്ങളെടുത്ത് ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ചും കൂടിയും വിരിയാനുണ്ട്. ഇതിനെ തന്നെ കഴിഞ്ഞാൽ 10 ദിവസത്തിന്റെ മുകളിൽ ഇവിടെ ഉണ്ടാവില്ല. കാട്ടുകൊണ്ട് റിലീസ് ചെയ്യും. 80 മുതൽ 85 വരെയുള്ള ദിവസങ്ങളാണ് പെരുമ്പാമ്പിന്റെ മുട്ടകൾ വിരിയാനെടുക്കുന്ന സമയം. ഒരാഴ്ച വരെ ആഹാരം നൽകേണ്ട ആവശ്യമില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ കാട്ടിൽ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.